ആ കാലേ പറയുന്നു അനാക്യ മല്ലന്മാര് അവിടെയുണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ചോണേ, അനാക്യ മല്ലന്മാരുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ജീവിതത്തിന്റെ അനുഭവത്തിൽ നിന്നാണ് ഇവരിത് പറഞ്ഞത്. 12 പേരെ കനാൻ നാട്ടിലേക്ക് ഒറ്റുനോക്കുവാൻ അയച്ചതായ സമയത്ത് 10 പേര് കടന്നു വന്ന് കൊടുത്ത മറുപടി എന്ന് പറയുന്നത്, അവിടെ ഞങ്ങൾ അനാക്യ മല്ലന്മാരെയും കണ്ടു, അവരുടെ മുൻപിൽ ഞങ്ങൾ വെട്ടുക്കിളികളെ പോലെ മാത്രമായിരുന്നു. കാലേബ് അതിനൊന്നും എതിര് പറഞ്ഞില്ല കേട്ടോ. മോശയ്ക്കും കൊടുത്ത ഉത്തരമെന്ന് പറയുന്നത്, യഹോവ നമ്മിൽ പ്രസാദിക്കുന്നുവെങ്കിൽ ആ സ്ഥലം എനിക്കും നിങ്ങൾക്കും അവകാശമാക്കാം എന്ന് പറഞ്ഞാൽ അക്ഷര സത്യമായി ഇവര് പറഞ്ഞു വന്ന കൊടുത്തു നാടിക്കുന്ന ആ സ്റ്റേറ്റ്മെന്റ് സത്യമാ. അനാക്യ മല്ലന്മാരുണ്ട്. കാലേബേ, വെട്ടുക്കിളിയെ പോലെ മാത്രം നോക്കുന്നതായിരിക്കുന്ന അനാക്യ മല്ലന്മാര്. ഞാൻ ഒന്നുകൂടെ നോക്കി ഈ കാലേബ് കൈവശമാക്കേണ്ട സ്ഥലത്തിന്റെ പ്രത്യേകതയോടെ ഞാൻ ചിന്തിച്ചു. അനാക്യ മല്ലന്മാരിൽ ഏറ്റവും ഉഗ്രനായവൻ. സാധാരണ അനാക്യ മല്ലന്മാരെ കണ്ടിട്ടാണ് വെട്ടുക്കിളിയെ പോലെ അവർക്ക് തോന്നിയത്. എന്നാൽ ഈ പർട്ടിക്കുലർ സ്ഥലത്ത് ഉള്ളതായിരിക്കുന്ന അനാക്യർ എന്ന് പറയുന്നത് സാധാരണപ്പെട്ട അനാക്യരല്ലെന്ന് ആണെന്നല്ല പറയുന്നത്. ആ അനാക്യരില് പ്രബലനായിട്ട് ആരെങ്കിലും ഒരാളെ ചൂണ്ടിക്കാണിക്കുവാൻ സാധിക്കുമെങ്കിൽ ആ അനാക്യ മല്ലനുള്ള സ്ഥലമാത്. 3 കാരണങ്ങളാണ് ഞാൻ പറയുവാനായിട്ട് ഇടിയേറ്റുന്നത്. ഒന്ന്, ഞാൻ പറയുവാൻ ഇടിയേറ്റുന്നത് ഈ വാഗ്ദത്തം 45 വർഷം മുമ്പ് നിനക്ക് ലഭിച്ചതാ. ഈ പട്ടണം എന്ന് പറയുന്നത് വളരെ ശക്തമാണ്. അത് മാത്രമല്ല, ഈ പട്ടണത്തിൽ അനാക്യ മല്ലന്മാരെ പ്രബലനായിരിക്കുന്ന അബ്ബ എന്ന അനാക്യ മല്ലനുള്ള സ്ഥലമാ. ഇങ്ങനെയുള്ള സ്ഥലം നീ എങ്ങനെ അവകാശമാക്കും?